ഗുജറാത്ത് കലാപക്കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടതാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വിജയമെന്ന് നൊബേൽ സമ്മാന ജേതാവായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അമർത്യ സെൻ യുഎസ് മാധ്യമമായ ദി ന്യൂയോർക്കറിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട 2002 ഗുജറാത്ത് കലാപത്തിൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പങ്കില്ലേ എന്നും എന്നിട്ടും അദ്ദേഹം ഇപ്പോഴും തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നില്ലേ എന്നതായിരുന്നു അവതാരകന്റെ ചോദ്യം. ഈ ചോദ്യത്തിനുള്ള പ്രതികരണമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ മറുപടി. കോടതി കേസ് തള്ളിക്കളഞ്ഞതിനാൽ മോഡിക്ക് കലാപത്തിൽ പങ്കില്ലെന്നാണ് ഇന്ത്യക്കാരിൽ ഭൂരിഭാഗവും വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പല മതങ്ങളെയും ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ബഹുസ്വര ഇന്ത്യയ്ക്കായുള്ള വിശാല കാഴ്ചപ്പാട് മോദിക്കില്ല. ചെറുപ്പം മുതൽ RSSുമായാണ് മോദിയുടെ ബന്ധം. കാഴ്ചപ്പാടും ആ പ്രൊപ്പഗൻഡയ്ക്ക് അനുസരിച്ചാണ് എന്നും അമർത്യ സെൻ പറഞ്ഞു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ച പാർട്ടി BJP-യാണ്. ബിസിനസ് ലോകത്തിന്റെ വൻ പിന്തുണ BJP-ക്ക് ഉണ്ടായിരുന്നു. വലിയ ഭൂരിപക്ഷത്തോടെ BJP-യാണ് ജയിച്ചത്. പക്ഷേ തിരഞ്ഞെടുപ്പ് വ്യവസ്ഥയ്ക്ക് അതിൻ്റെതായ ന്യൂനതകളുണ്ട്. അമേരിക്കൻ സാഹചര്യത്തിൽ പോലും അത് കാണാവുന്നതാണ്. മോദി നേടിയ വൻ ഭൂരിപക്ഷം 40% താഴെയുള്ള വോട്ടുകൾ കൊണ്ടായിരുന്നു എന്നും അമർത്യ സെൻ വ്യക്തമാക്കി. ഇന്ന് ബീഫ് കഴിച്ചു എന്നതിന്റെ പേരിൽ ഒരു മുസ്ലിമിനെ ക്രൂശിക്കാമെന്ന അവസ്ഥയായി. ബീഫ് നിരോധനത്തിന് പോലും വേദകാലത്തിന്റെ പിന്തുണയില്ല. ബീഫ് കഴിക്കൽ പതിവായിരുന്നു എന്നതിന് വേദങ്ങളിൽ അടക്കമുള്ള പല പുരാതന ഗ്രന്ഥങ്ങളിലും തെളിവുകളുമുണ്ട്. ഇടിവ് സംഭവിച്ചിരിക്കുന്നത് മതേതരത്വത്തിനും ജനാധിപത്യത്തിനും മാത്രമല്ല, ഹൈന്ദവ പാരമ്പര്യങ്ങളെക്കുറിച്ച് അവർക്ക് തന്നെയുള്ള അവബോധത്തിന് കൂടിയാണ് എന്നും അമർത്യ സെൻ ചൂണ്ടിക്കാണിച്ചു. എത്ര ശതമാനം വോട്ട് കിട്ടിയെന്ന് അവകാശപ്പെട്ടാലും സംവാദത്തെ ഭീതിജനകമാക്കിയാൽ ജനാധിപത്യത്തിലേക്ക് എത്തില്ല. ഇന്ത്യയിൽ ആ സാഹചര്യമാണുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി മുൻപും അമർത്യ സെൻ രംഗത്തെത്തിയിട്ടുണ്ട്. മോദിയുടെ നോട്ട് നിരോധനത്തെ രൂക്ഷമായി വിമർശിച്ചതിനു പിന്നാലെ നോബേൽ ജേതാവിനെതിരെ സംഘപരിവാർ അനുകൂലികളിൽ നിന്ന് അധിക്ഷേപവും ഉണ്ടായിരുന്നു. ജയ് ശ്രീറാം ആളുകളെ തല്ലിക്കൊല്ലാൻ വേണ്ടിയുള്ള ഉപായമായെന്നാണ് അദ്ദേഹം അടുത്തിടെ പറഞ്ഞിരുന്നത്. അമർത്യ സെൻ ഇന്ത്യയിലേക്ക് വരാതെ വിദേശത്ത് തന്നെ നിന്നാൽ മതിയെന്നായിരുന്നു ബംഗാൾ BJP അധ്യക്ഷൻ ദിലീഷ് ഘോഷിന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.